ഞാനിങ്ങനെ നെറ്റ് JRF ഒക്കെ ക്ലിയർ ചെയ്യുമെന്ന് പറയുമ്പോഴും ഞാൻ എയ്ഫറിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നെവർ ഗിവ് അപ്പ്, കീപ് ട്രൈങ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ JRF ഹോൾഡർ ആയിട്ടുള്ള ആലപ്പുഴ ചെങ്ങന്നൂരുള്ള ഷാനി എം വഗീസുമായിട്ടാണ്. സോ ഷാനി, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഓക്കെ, ഷാനി, ആദ്യം തന്നെ ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനി PGയോടൊപ്പമാണ് JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. PG ലാസ്റ്റ് മന്ത് ഈ അടുത്ത് തന്നെയാണ് PG കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ലാസ്റ്റ് ടേമിൽ. അപ്പോൾ പലരും ഈ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും JRF PGയോടൊപ്പം പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് PGയുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കുക എന്നുള്ള കൺഫ്യൂഷൻ ചോദിക്കാറുണ്ട്. ഷാനി എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രാറ്റജി ഡിവൈസ് ഔട്ട് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ PG ഫസ്റ്റ് സെമിസ്റ്ററിലായിരുന്നു നെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആക്ച്വലി നമുക്ക് സബ്ജക്റ്റ് നോളജ് നമ്മൾ അധികം ഒന്നുമില്ല, എങ്കിലും പേപ്പർ 1 ആയിരുന്നു ആ ടൈമിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള പിന്നെ എല്ലാ ടേമും, ഈവൻ ആ ക്യാൻസൽ ചെയ്ത എക്സാം വരെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ PG ലാസ്റ്റ് സെമിസ്റ്റർ ഒക്കെ ആയപ്പോഴത്തേക്കിനാണ് JRFന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സീരിയസ് ആവുന്നത്. സോ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അതിന് മുന്നേ, അതായത് നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എക്സാംസ് കൂടുതലും ലൈക്ക് പേപ്പർ 1 എനിക്ക് അത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ലോജിക്കൽ റീസണിങ് ആണെങ്കിലും മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ പല ഏരിയാസൊക്കെ ആണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ലൈക്ക് ക്രൊണോളജി വരുന്ന ഏരിയാസ് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നെഗ്ലക്റ്റ് ചെയ്ത ഏരിയാസ്, അപ്പം അനീസ് സാർ പലവട്ടവും പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവർ അതായത് മെജോറിറ്റി നെഗ്ലക്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ JRF എന്നുള്ള വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തുന്നത്. അത് തന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ പിന്നെ ലാസ്റ്റ് ടൈം, അതായത് 2025 ഡിസംബറിലെ എക്സാമിനുള്ള പ്രിപ്പറേഷനിൽ ഞാൻ വരുത്തിയ ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, പേപ്പർ 1 ഞാൻ ആദ്യമൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത ഏരിയാസ് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു. ലോജിക്കൽ റീസണിങ് ആണെങ്കിലും കംപ്ലീറ്റ് ഒരുപാട് റിവിഷൻസ് എടുത്തിട്ടുണ്ട്, PYQs ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത് ജൂണിൽ. അപ്പോൾ ജൂണൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ സെം എക്സാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഡിസർട്ടേഷൻ വൈവൊക്കെ മാത്രമേ ബാക്കിയുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എയ്ഫറിൽ നിന്ന് 100 ഡേയ്സിന് ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ഒരു വട്ടവും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ആ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ PYQs ചെയ്തു. പല ആൾക്കാരും ഇപ്പം ടുഗദർനെസ് ടോക്കിനൊക്കെയാണല്ലോ എന്നോട് ചോദിച്ചൊരു കാര്യം, നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ PYQ ചെയ്യേണ്ടത്? കാരണം ഇൻ ബിറ്റ്വീൻ നമ്മൾ PYQ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കൂടുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ലൈക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ PYQസും ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമുക്ക് തരുന്ന PDF മെറ്റീരിയൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ്, വീഡിയോ ലെസൺ, PYQs, കാറ്റഗറൈസ്ഡ് PYQs, ഡെയിലി ടെസ്റ്റ്. പിന്നെ ഈ ലാസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്നും പറഞ്ഞിട്ട് പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പേപ്പർ 2 ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഓരോ ഏജ് വൈസ് ആയിരുന്നു എല്ലാം. ക്രൊണോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. ഏർലി ബ്രിട്ടീഷ് പീരീഡ്, ഏർലി ഇംഗ്ലീഷ് പീരീഡ് തൊട്ട് പോസ്റ്റ് മോഡേൺ ആ ഒരു പീരീഡ് വരെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ. പിന്നെ ലിറ്റററി ക്രിറ്റിസിസം ആണെങ്കിൽ ഇപ്പം ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് കൾച്ചറൽ സ്റ്റഡീസൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ PYQs ചെയ്തിട്ട്, പിന്നെ ഞാൻ ഈ PYQs വെച്ചിട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രം മനസ്സിലാവുന്നത് എൻ്റെ നോട്ട്സ്. അപ്പോൾ അങ്ങനെ ലൈക്ക് നമുക്ക് എപ്പോഴും എല്ലാത്തിനും നോട്ട്സ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതിൻ്റെ പേപ്പർ 1 പേപ്പർ 2 നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പം നമ്മുടെ മെൻറ്റേഴ്സ് തന്നെ നമുക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ഇത്ര ഏരിയാസിൽ നിന്ന്. അപ്പം ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് തന്നെ നമ്മുടെ റിവിഷൻ്റെ ഒരു ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ലിറ്റററി ക്രിറ്റിസിസം, അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൽ ഷാനി, ഇപ്പോൾ ഞാൻ ഷാനിയോട് ഇങ്ങനെ പ്രിപ്പറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത്, ആദ്യത്തെ തവണ നെറ്റ് കിട്ടി, പിന്നൊരു മൾട്ടിപ്പിൾ ടൈം PSC കിട്ടി, പിന്നെയും എഫേർട്ട് കണ്ടിന്യൂ ചെയ്തു JRF കിട്ടി. ഇതിൽ പലരുടെയും ഒരു പ്രശ്നം, അവർക്ക് നെറ്റ് കിട്ടി,
പിന്നീട് നെറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു പെയിൻഫുൾ ആണ്. പക്ഷെ നെറ്റ് കിട്ടിയിട്ട് പിന്നീട് PhD കിട്ടുക എന്ന് പറയുന്നത് ഹൈലി പെയിൻഫുൾ ആണ്. ഓക്കെ ഓക്കെ, ഇനി നടക്കില്ല എന്നൊക്കെ അങ്ങനെയുള്ള ഒരുപാട്. ഇപ്പോൾ എനിക്കും പേഴ്സണലി പരിചയമുള്ള ഒരുപാട് ആളുകൾ നെറ്റ് കിട്ടി JRFന് പഠിച്ചിട്ട് PhD കിട്ടുന്നു, ചിലപ്പോൾ PhD കിട്ടാത്ത സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ പലരും ഈ ഒരു എഫേർട്ട് തന്നെ നിർത്തുന്ന ഒരു ആസ്പെക്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെറ്റിൽ നിന്ന് തിരിച്ച് PhDയിലേക്ക് എത്തിയപ്പോൾ ഷാനിക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സം സോർട്ട് ഓഫ് എ ഡൗൺ ഗ്രേഡിൽ നിന്ന് ഓവർകം ചെയ്തുകൊണ്ട് എഫേർട്ട് കണ്ടിന്യൂ ചെയ്തത്? അത് സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു വലിയ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ഒരു ഫാക്ടർ തന്നെയായിരുന്നു. കാരണം നെറ്റ് കിട്ടി പിന്നെ നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഭയങ്കര ലോ ആണ്, നമ്മൾ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു മനസ്സിൽ. ആദ്യം പറഞ്ഞ പോലെ PhD അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 3 times എന്തോ കിട്ടിയിട്ടുണ്ട് അഡ്മിഷൻ ഫോർ PhD. ആ ഒരു ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ PG പഠിക്കുന്ന ടൈമിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ 3 പേര് അപ്പോൾ ഈ PhD അഡ്മിഷൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ടീച്ചേഴ്സ് ഒരു പോസ്റ്റർ ഇങ്ങനെ ഉണ്ടാക്കി, ബ്രോഷർ ഉണ്ടാക്കി, എല്ലായിടത്തും അത് സർക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം പ്രീവിയസ് ഇയറിൽ നെറ്റ് കിട്ടിയ ആൾക്ക് പിന്നെ ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് പോസ്റ്റർ വേണ്ട, അതൊന്ന് ഡിലീറ്റ് ചെയ്യൂ. എന്നിട്ട് പിന്നെ ഞാൻ അത് ടീച്ചേഴ്സിനെ കൂടെ ഡിലീറ്റ് ചെയ്യിച്ചു. കാരണം അത്രയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു നമ്മളെ ആ ഒരു PhD അഡ്മിഷനിലോട്ട് ഒതുങ്ങി പോകുന്നത്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ സാറിൻ്റെ ബേസിസാണ്, ഞാൻ സാറിൻ്റെ പേര് എപ്പോഴും പറയും. കാരണം ലൈക്ക് ഞാൻ പിന്നെയും എൻ്റെ ഒരു എഫേർട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള വലിയൊരു റീസൺ സാറാണ്. സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയും, ഇനി ഞാൻ ഇപ്പോഴെങ്കിലും എഴുത്തില്ല സാർ, ഇനി ഞാൻ എൻ്റെ PG എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് വരാൻ എന്തായാലും ഒരു 6 months എടുക്കും, അപ്പോൾ ആ ഒരു ടൈമിൽ ഇനി ഞാൻ പഠിക്കത്തുള്ളൂ എന്ന് ഞാനിങ്ങനെ. അപ്പോൾ സാറ് പറയും നമുക്ക് കിട്ടുന്ന ഒരവസരവും നമ്മൾ കളയരുത്, കീപ് ട്രൈങ്. സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ JRF കിട്ടിയിട്ടേ നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, അത് കിട്ടുന്നവരെയും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അടുത്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം സാർ എനിക്ക് ആ നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് അയച്ചു തരും. എന്താ പറയുക, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, പ്രിപ്പറേഷൻ പെട്ടെന്ന് ഒന്നുകൂടെ നല്ല സ്ട്രിക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയാണ് എന്നൊക്കെ സാർ ഇങ്ങനെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി പോകുന്ന പല അവസരങ്ങളിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്ക്, ഇപ്പോൾ AFRIനാണെങ്കിൽ പോലും വൺസ് JRF ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസും അവരുടെ ടുഗദർനെസ്സും ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് നമുക്ക്. അവർ പല സ്ട്രഗിൾസിലും, പലരും വർക്ക് ചെയ്യുന്നവരാണ്, മദേഴ്സാണ്. അപ്പോൾ അത്രയൊന്നും സ്ട്രഗിൾസ് നമുക്കില്ലല്ലോ, അപ്പോൾ നമുക്കും പറ്റുന്നൊരു കാര്യമാണെന്ന് അങ്ങനെ തോന്നി. പിന്നെ സാർ പറഞ്ഞ പോലെ എനിക്കൊരിതായിരുന്നു, ഒരവസരം നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ എഴുതിയത്. പിന്നെ എനിക്ക് തന്നെ അറിയാം എൻ്റെ പ്രിപ്പറേഷൻ അത്ര പോരാ, എങ്കിലും ആ ഒരു ചാൻസ് വെറുതെ മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി എഴുതുമായിരുന്നു. ബട്ട് നമ്മൾ ഫൈനലി പ്രിപ്പറേഷൻ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്തപ്പോൾ JRF കിട്ടി എന്നുള്ളതാണ്. ഓക്കെ. പക്ഷേ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഇപ്പം പല സ്റ്റുഡൻസിനോടും ചോദിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് എക്സാമുകൾ നമ്മൾ അസസ് ചെയ്യും, ഏറ്റവും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേണുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ്പെഷ്യലി പുതുതായിട്ട് തുടങ്ങുന്ന കുട്ടികളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങണം, X ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ, Y ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ? അപ്പം കാരണം അവർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കും തോറും ഇവർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാണ്, എസ്പെഷ്യലി ഫ്രഷേഴ്സ്. അപ്പോൾ പുതുതായിട്ട് ഈ UGC നെറ്റ് ഇംഗ്ലീഷിന് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളോട് എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നാണ് ഒരു JRF ഹോൾഡർ എന്നുള്ള രീതിയിൽ ഷാനി പറഞ്ഞത്. പറഞ്ഞ പോലെ പാറ്റേൺ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഇപ്പോൾ ഓരോ ടേമിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് എഴുതിയ ടൈം തൊട്ട് ഒരു 4-5 എക്സാം എഴുതുന്നവരെ അസോഷൻ റീസണിങ് പൊതുവേ കുറവായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിൽ ഒരു 20 അത്ര എന്തോ ക്വസ്റ്റ്യൻസ് അസോഷൻ റീസണിങ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലാണ്, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഏരിയാസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ആ ഒരു ഏരിയ ആക്ച്വലി അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഇത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ പല ടൈമിലും ഡൗട്ട്ഫുൾ ആവാറുണ്ട്. ചിലപ്പോൾ ഒരു 2 times ഒക്കെ വായിച്ച് കഴിയുമ്പോഴായിരിക്കും ഓക്കെ ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത്രത്തോളം ഇൻഡയറക്റ്റായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഒരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുന്ന ഒരാളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആസ് ഫാർ ആസ് എൻ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് ഈസ് കൺസേൺ, ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു ഏർലി ബ്രിട്ടീഷ് പീരീഡ് തൊട്ട് പോസ്റ്റ് മോഡേണിസം വരെയും കവർ ചെയ്യാന്നുള്ള. പക്ഷേ ഈ പറയുന്ന പോസ്റ്റ് മോഡേണിസത്തിൽ നിന്നൊന്നും ഇപ്പോൾ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. കഴിഞ്ഞ ലാസ്റ്റ് ടൈമിലൊന്നും ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏരിയാസ് ചോദിക്കുന്നത് ഓഗസ്റ്റൻ ഏജ്, റൊമാൻറ്റിക് ഏജ്, വിക്ടോറിയൻ ഏജ്, മോഡേൺ ഏജ്, അത്രയും ഏരിയാസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, അതിനകത്തു നിന്നാണെങ്കിൽ പോലും കൾച്ചറൽ സ്റ്റഡീസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ
പണ്ടൊക്കെ അധികം പഠിക്കാത്ത ഒരു ഏരിയ ആണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ കണ്ടിട്ടുള്ള PYQസിനകത്ത് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെ 2 ക്വസ്റ്റ്യൻ അതിൽ കൂടുതൽ വന്നിട്ടേ ഇല്ല. പക്ഷേ ഇത്തവണ ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു ഇത്രത്തോളം പാറ്റേൺ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണെന്ന് ഈ കഴിഞ്ഞ ലാസ്റ്റ് എക്സാം കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, നമ്മൾ ഇന്ത്യൻ റൈറ്റിംഗ് പഠിക്കുമ്പം കൂടുതലും നമ്മൾ വർക്ക്സ്, അതിൻ്റെ ഓഥർ, പബ്ലിക്കേഷൻ ഇയർ, അത്രയും നമ്മൾ അധികം ഇൻഡെപ്തിൽ പോവാറില്ലായിരുന്നു ഇന്ത്യൻ റൈറ്റിംഗ്. പക്ഷേ ഇപ്പോൾ ഇൻഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് അതിൻ്റെ A പാർട്ടിലെ വർക്ക്സും B പാർട്ടിലെ വർക്ക്സിൻ്റെ സമ്മറിയും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒരു വർക്കിൻ്റെ സമ്മറി വരാത്ത ഒരാളെ സംബന്ധിച്ച് അത് മാച്ച് ചെയ്യാന്ന് വെച്ചാൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ്റെ ലെങ്ത്, ആക്ച്വലി അത് എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് പലർക്കും ഒരു ധാരണയില്ലാത്ത കാര്യമാണ്. കാരണം പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പം നമുക്ക് ഇത് ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഏരിയ ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ആ ഒരു എലിമിനേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഏതൊക്കെ അല്ല ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതൊക്കെയാണെന്ന് നോക്കി പലപ്പോഴും റൈറ്റ് ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പം അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അസോഷൻ റീസണിങ് ഇൻഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് ആ ഒരു ഇൻഡെപ്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ റൈറ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ലാസ്റ്റ് ഒരു പാസേജ് ഉണ്ട്, റീഡിങ് കോംപ്രിഹെൻഷൻ. എനിക്ക് തോന്നുന്നു 140 തൊട്ട് 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് അതാ നല്ല ലെങ്തിലായിരിക്കും. നമ്മുടെ സ്ക്രീനിൽ നിൽക്കത്തില്ല, അത്രയും ലെങ്തി ആയിട്ടുള്ള പാസേജ് ആയിരിക്കും അവർ തരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനകത്തും നമുക്ക് റൈറ്റ് ആൻസറിലോട്ട് എത്താൻ വലിയ പാടൊന്നുമില്ല. ആ 10 ആൻസർ നമുക്ക് കിട്ടും. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ 1 കഴിഞ്ഞിട്ട് പേപ്പർ 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് പോയി ആ ലാസ്റ്റിലത്തെ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ വന്ന് ബാക്കിയുള്ളത് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു നല്ല മെത്തേഡാണെന്ന് ഈ കഴിഞ്ഞ എക്സാമ്പിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ആൻസർ ആ ഒരു പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വൈസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെറ്റും JRF ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ ഷാനി, ഗ്രേറ്റ്. ഷാനിയുടെ ഒരു പ്രിപ്പറേഷനിൽ ഈഫറിൻ്റെ റോൾ എന്തായിരുന്നു? ഈഫർ എത്രത്തോളം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ നെറ്റ് JRF ഒക്കെ ക്ലിയർ ചെയ്യുമെന്ന് പറയുമ്പോഴും ഞാൻ ഈഫറിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആക്ച്വലി 2023 ജൂൺ ലാസ്റ്റ് ആ ടൈമിലാണ് ഞാൻ ഈഫറിൽ ജോയിൻ ആവുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് 2023 ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടാണ്. നെറ്റിനെ പറ്റി ഒന്നും അറിയാതാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ആണെന്നറിയാം, അതല്ലാതെ മറ്റൊന്നും അറിയാതാണ് ഞാൻ ഐഫറിൽ വരുന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD കാറ്റഗറിക്ക് ഐഫർ ഫ്രീ ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ആ ഒരു ബെനിഫിറ്റ് അത് കിട്ടുന്ന ഒരുപാട് ആൾക്കാർ ഐഫറിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു എക്സാമിൻ്റെ ടൈം ആയപ്പോഴാണ് തോന്നുന്നു റിസൾട്ട് കിട്ടി, റിസൾട്ട് വന്നു, നമുക്ക് നെറ്റ് കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ സാർ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ PWD കമ്മ്യൂണിറ്റിയിൽ നിന്ന് മെസ്സേജ് ഇട്ടത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ജോയിൻ ആയപ്പം ആപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആപ്പിൽ പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്ലാസ്സസ്, PYQs എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു. പിന്നെ എനി ടൈം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മെൻറ്റേഴ്സ്, അത് ഈഫറിൻ്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് നമ്മളെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ, എങ്ങനെയുണ്ട്. പിന്നെ മിത്ര ഒരുപാട് മിത്രന്മാരുണ്ട്. മിത്രന്മാർ മാറുന്നൊന്നും നമ്മൾ അറിയാറില്ല. ഹാപ്പിനെസ് ഓഫീസേഴ്സ്, അവർ നമ്മളെ വിളിച്ച് വലിയൊരു ഇമോഷണൽ സപ്പോർട്ടാണ് അവർ നമുക്ക് തന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും മിത്രയുടെ ഒരു കോൾ വരുന്നത്, ഓക്കെ ആണോ, പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ട്. നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു മെസ്സേജ് വരും. എക്സാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മെൻറ്റേഴ്സിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാം ഓക്കെ ആയിരുന്നോ, ഇനിയിപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും വെറീഡ് ആവണ്ട, നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കൂ എന്നൊക്കെ പണ്ട് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് PDF മെറ്റീരിയൽസ് അത് ഓരോ എക്സാം കഴിയും തോറും അവരത് റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടായിരുന്നു നമുക്ക് മെറ്റീരിയൽസ് തരുന്നത്. പിന്നെ ലൈവ് ക്ലാസ് എല്ലാം ഭയങ്കര ആക്സസിബിളാണ്. നമുക്ക് എപ്പം എവിടെ വേണമെങ്കിലും ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. അത് തന്നെ റെക്കോർഡഡ്, ഇപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നാളെ ഈവനിങ്ങിനുള്ളിൽ റെക്കോർഡിങ് അവൈലബിൾ ആവുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ആക്സസിബിളാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തതും ഫ്രീ അവർക്ക് കിട്ടുമ്പം വീഡിയോ ലെസൺസ് ഒക്കെ കണ്ടതൊക്കെ സത്യം പറഞ്ഞ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഐഫറിൻ്റെ റോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സ് 1-2 പേരൊക്കെ ഐഫറിൽ പിന്നീട് ജോയിൻ ആയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു 2024 ജൂൺ സെഷനിലൊക്കെ
എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ ഞാനിങ്ങനെ ഐഫറിനെ പറ്റി പറയുന്നതൊക്കെ കേട്ടിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ലൈക്ക് ഒരു എന്താ പറയുക, ഫുൾ ക്രെഡിറ്റ് ദാറ്റ് ഗോസ് ടു ഐഫർ, അത്രയാണ് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. ഷാൻ, ഈ ലാംഗ്വേജ് സ്റ്റുഡൻസിന് നോർമലി ഇംഗ്ലീഷ്, ഞാനിന്നിപ്പോൾ മലയാളം സ്റ്റുഡൻസിനൊക്കെ പൊതുവെ ഒരു പേപ്പർ 1 ടോപ്പിക്കുകൾ, പ്രത്യേകിച്ച് ചില മാത്തമെറ്റിക്കൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലെയുള്ളതിന് ചെറിയൊരു ടഫ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അവർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പറയാറുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഷാനിയുടെ ഒരു പേപ്പർ 1 പ്രിപ്പറേഷൻ, എസ്പെഷ്യലി ഈ ഒരു റീസണിങ് ടൈപ്പ് ഓഫ് ടോപ്പിക് റിലേറ്റഡ് ആയി? റീസണിങ്ങിൽ ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയാസ് ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്സ് എന്ന് പറയുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് ലാംഗ്വേജ് സ്റ്റുഡൻസ്, ശരിയാണ് സാറാ പറഞ്ഞത്. കാരണം നമ്മൾ ലൈക്ക് സയൻസും മാത്സും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും നമ്മൾ ആർട്സിലോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ വരുമ്പോഴായിരിക്കും മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെ നോക്കുന്നത്. അതിന് മുമ്പ് തിരിഞ്ഞ് നോക്കാറ് പോലും ഇല്ലാത്തൊരു ഏരിയ ആയിരിക്കും. എൻ്റെ ആദ്യത്തെ ആ ഒരു പ്രിപ്പറേഷനിൽ ഞാൻ മാത്സ് ഒന്നും പഠിച്ചിട്ടേ ഇല്ല. ലൈക്ക് ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ JRF ഇനി എൻ്റെ മുമ്പിൽ ഒരു അവസരം ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പിന്നെ മാത്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഞാൻ കൂടുതലും പറഞ്ഞ പോലെ കേട്ട് പഠിക്കുകയായിരുന്നു ചെയ്യുന്നത്. അത് അത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ കുറേയൊക്കെ കേട്ട് പഠിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴും മാത്സ് ഒക്കെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഞാനപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ അമ്മയുടെ ഹെൽപ്പ് കൂടെ എടുക്കുമായിരുന്നു. എന്നിട്ട് മാത്സ് ദ ഫോളോയിങ് ഒക്കെ മാത്സ് ദ ഫോളോയിങ്ങും അതുപോലെ മാത്സ് റിലേറ്റഡ് ആയിട്ട് ഈ നമ്പർ സീരീസ് ഒക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും അതൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടി അമ്മയുടെ ഹെൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിന് ടൈമൊക്കെ ആയപ്പം എൻ്റെ സ്ക്രൈബിൻ്റെ ഹെൽപ്പിലാണ് എക്സാം എഴുതിയത്. അപ്പോൾ ആൾ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് ആ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്തത്. പിന്നെ ലോജിക്കൽ റീസണിങ്ങിലൊന്നും എനിക്ക് അങ്ങനെ എത്രയും ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. ഇപ്പോൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ അതൊക്കെ 1-2 വട്ടം ഒന്നും കേട്ടാൽ മനസ്സിലാകത്തില്ല. മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോൾ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, എന്താ പറയുക, എന്താ അതിന് പറയുക, അതെ ആ ഒരു ടേബിള് പലരും അത് വിഷ്വലി പെർസീവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ഒരുപാട് വട്ടം കേട്ട് നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ ഓക്കെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ലോജിക്കൽ റീസണിങ് എനിക്ക് അത്ര ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ ലോജിക്കൊക്കെ ആ ഒരു ടെർമിനോളജീസ് ഒക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടേ വന്നിട്ടുള്ളൂ. വേറെ വിഷയമൊന്നും ഇല്ലെന്ന്. പക്ഷേ പറഞ്ഞ ഡേറ്റയും മാത്സും എപ്പോഴും ചലഞ്ചിങ് ആയിരുന്നു. ഓക്കെ ഓക്കെ. ഷാനി, നമ്മൾ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സെറ്റ് ഓഫ് ചലഞ്ചുകളാണ് ഉണ്ടാവുക. ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ ആളുകളോട് ഇങ്ങനെ ചോദിക്കും, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള ചലഞ്ചുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളത് ഓവർകം ചെയ്തത് കേൾക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസ് എ JRF എക്സ്പീരിയൻസ് ഷാനി നേരിട്ട ചലഞ്ചുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്തത്? ചലഞ്ചസ് ഇൻ ദ സെൻസ് എനിക്ക് ക്രോണോളജി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിപ്പം പേപ്പർ 1 ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട്. പിന്നെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, അതിനകത്തും കുറച്ച് അധികം ഇല്ല എങ്കിലും ഇയേഴ്സ് പഠിക്കാനുണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി അത് ഇപ്പോൾ ക്രോണോളജിയുടെ ഒരു ആസ്പെക്റ്റ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ക്രോണോളജി പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പം ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വർക്ക്സിൻ്റെ സമ്മറി പഠിക്കുന്ന ടൈമിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ സമ്മറി പഠിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പഠിക്കുമ്പം പ്രീവിയസ്ലി പഠിച്ചത് മറന്നു പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇപ്പോൾ ഇന്നത്തെ ഏരിയാസ് ഫുൾ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നാളെ പുതിയ ഏരിയാസ് ആയിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് പ്രീവിയസ് ഡേയിൽ പഠിച്ചൊന്ന് നോക്കാമെന്ന് വിചാരിച്ചെടുക്കുമ്പം അത് കംപ്ലീറ്റ് ഒരു ബ്ലാങ്ക് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ അതെല്ലാം വീണ്ടും പഠിച്ചു വരുമ്പോഴത്തേക്കിന് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടൈം കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ഡേയിൽ പഠിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കും. മേ ബി എല്ലാം ഒന്നും ഓർമ്മയുണ്ടാകത്തില്ല. അങ്ങനെ എങ്കിലും അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് അന്നത്തെ ഡേയിൽ അസൈൻ ചെയ്ത് പഠിക്കും. പിന്നെ മൂന്നാമത്തെ ഡേ പഠിക്കുമ്പം ആദ്യത്തെ ഡേയും ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും പഠിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടായിരിക്കും തേർഡ് ഡേ പഠിക്കുന്നത്. പിന്നെ ഫോർത്ത് ഡേ ആകുമ്പോഴത്തേന് ആദ്യത്തെ 3 ഡേ പഠിച്ച് ഒന്നും കൂടെ ഫോർത്ത് ഡേ നോക്കും. കാരണം നമുക്ക് ചിലപ്പം ഒരു ഏരിയ ചിലപ്പോൾ ഒരു 5 ഡേയ്സോ 6 ഡേയ്സോ ആയിരിക്കും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് എനിക്ക് തോന്നുന്നു 7 ഡേയ്സ് എന്തോ ആണ് ആ ഒരു സ്റ്റഡി പ്ലാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയാസ് കവർ ചെയ്ത് പിന്നെ PYQs ചെയ്യും തോറും കുറച്ചും കൂടെ ഏരിയാസ് നമുക്ക് ഒരു കോംപ്രിഹെൻഷൻ ലെവൽ കൂടുന്നുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അങ്ങനെയൊക്കെ. പിന്നെ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും ഈ മൈൻഡ് മാപ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. മൈൻഡ് മാപ്സ് യൂസ് ചെയ്യുമ്പം ക്രോണോളജിയൊക്കെ ഓർത്തിരിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വോളിൽ നമ്മൾ
ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സ് പോലൊക്കെ വെച്ചിട്ട് പഠിക്കുന്ന മെത്തേഡ്. അപ്പം എനിക്ക് എൻ്റെ കാര്യത്തിൽ അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ അതൊക്കെ ചില സമയത്ത് ചലഞ്ചിങ് ആയിട്ടൊക്കെ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. മറ്റുള്ളവർക്ക് അത് ഒരു പ്രോബ്ലം ആയിരിക്കില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ അതൊക്കെ ഒരു സ്ട്രഗിൾസ് ആയിരുന്നു. പിന്നെ ചില ടൈമിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അന്നത്തെ ദിവസത്തെ ഫുൾ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങ് ടെൻഷൻ ആവാന്ന്, ലൈക്ക് നാളെ ഇനി വേറെ പഠിക്കണം, അപ്പോൾ ഇന്നുകൊണ്ട് ഇത് തീർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ചില പ്രോബ്ലംസ്, മൈനർ സ്ട്രഗിൾസേ ഉള്ളൂ. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഒരുപാട് വലിയ സ്ട്രഗിൾസിലോട്ടൊന്നും പോകേണ്ടി വന്നിട്ടില്ല. ഓക്കെ ഗോട്ട് ഷാനി. സോ ഷാനി, നമ്മളെ എല്ലാവരുടെയും വിജയങ്ങൾ നോക്കുന്ന സമയത്ത് അതിന് പിന്നിൽ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവും. അതായത് നമ്മളൊരു സക്സസ് പോയിന്റിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഷാനി ഇന്നൊരു സബ്ജക്റ്റിൽ ഇന്ത്യയിൽ നേടാവുന്ന ഏറ്റവും വലിയൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ്. ഷാനിയുടെ ഒരു പഠനത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം, പറയണം എന്ന് ആഗ്രഹിക്കുന്ന സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാരൊക്കെയാണ്? ഫസ്റ്റ് പറയേണ്ടത് എൻ്റെ അമ്മയോടായിരിക്കും. കാരണം ലൈക്ക് ഞാൻ ഒരു എന്താ പറയുക, ലേറ്റ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം പ്രീവിയസ്ലി എനിക്ക് അങ്ങനെ ബ്രെയിൽ പഠിച്ചിട്ടുള്ള എക്സ്പോഷർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഗ്രാജുവേഷന് ജോയിൻ ആയ ടൈമിലൊക്കെ അതിന് മുന്നേ തൊട്ടേ ഞാനൊരു 8th 9th ആ ഒരു ടൈം തൊട്ട് എൻ്റെ ഒരു ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയർ വരെ എൻ്റെ അമ്മയായിരുന്നു എനിക്ക് ടെക്സ്റ്റ് ബുക്സ് എല്ലാം വായിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നീടാണ് സ്ക്രീൻ റീഡർ സപ്പോർട്ട് വെച്ചിട്ട് മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് വരെ കംപ്ലീറ്റ് അമ്മ വായിച്ചു തരുമായിരുന്നു. അപ്പം ലൈക്ക് ഒരാൾ വായിച്ച് തന്ന് അത് മാത്രം കേട്ടിട്ട് എനിക്ക് ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ 94.6% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലൈക്ക് ഒരാൾ വായിച്ച് കേട്ടത് മാത്രം പഠിച്ചിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് ഇപ്പോൾ തോന്നി എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത്. പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ്, ലൈക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പതിയെ അതിൻ്റെ ഓരോ ലൈക്ക് നമുക്ക് സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് നമ്മുടെ നോട്ട്സ് വായിക്കാൻ പറ്റുന്ന പല സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ, അതിനെപ്പറ്റിയൊക്കെ അറിയാനും അത് യൂസ് ചെയ്ത് പഠിക്കാനും തുടങ്ങി. പിന്നെ PG ഒക്കെ ആയപ്പോഴത്തേന് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ലാപ്ടോപ്പിൻ്റെ ഹെൽപ്പോടെ പഠിക്കാൻ പറ്റി. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് ആൾക്കാരോട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ. എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, എൻ്റെ അങ്കിൾസ്, ആൻറ്റ്സ്, അവർ ലൈക്ക് എപ്പോഴും ഞാൻ JRFൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അങ്കിളിനോട് ഞാൻ പറഞ്ഞു എക്സാം നല്ല ടഫായിരുന്നു, കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം അങ്കിൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നീ ഒരു 6 months ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തതാണല്ലോ, നിൻ്റെ ഒരു ബെസ്റ്റ് നീ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളൂ. അത്രയും ഭയങ്കര നമ്മൾ ഏറ്റവും ഡൗണായി പോകുന്ന സിറ്റുവേഷനിൽ പോലും നമുക്കൊരു വലിയൊരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നിന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് എൻ്റെ ഫാമിലിയുള്ളത്. ഒരിക്കൽ പോലും ലൈക്ക് നീ ഇനിയും പഠിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഡിഗ്രി കൊണ്ട് എൻ്റെ പഠിത്തം സ്റ്റോപ്പ് ചെയ്തിട്ട്, സ്റ്റോപ്പ് ഇൻ ദ സെൻസ് BEdന് ഡയറക്റ്റ് പോയാലോ അല്ലെങ്കിൽ PSC പോലത്തെ കോമ്പറ്റേറ്റീവ് SSC പോലത്തെ എന്തെങ്കിലും എക്സാംസ് അറ്റ് ഏർലിയസ്റ്റ് ഒരു ജോബിലേക്ക് അങ്ങ് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ലൈക്ക് നിനക്ക് ആഗ്രഹമുള്ള അത്രയും നീ എന്താ പണ്ട് തൊട്ടേ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്യുന്നവരെയും നീ കണ്ടിന്യൂ ചെയ്യണം, നിൻ്റെ എഫേർട്സ് കണ്ടിന്യൂ ചെയ്യണം, അതിന് എല്ലാ സപ്പോർട്ടും തന്ന് കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രോമിസ് ചെയ്ത ഒരു വലിയൊരു ഫാമിലിയുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഈ പറഞ്ഞ പോലെ എന്താ PWD കാറ്റഗറിപ്പെട്ട മറ്റ് കുട്ടികളാരും എൻ്റെ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ UGക്കാണെങ്കിലും PGക്കാണെങ്കിലും. അപ്പം അത്രയും നമുക്ക് കെയർ തരും. നമ്മുടെ ഒരു ഫാമിലി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എൻ്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഒരു 11 ടീച്ചേഴ്സാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നത്. എല്ലാവരും ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ ഫാമിലിയുടെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്ത്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാത്തിനും എൻ്റെ ഓരോ സക്സസ്സും എന്നെക്കാളും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ ലൈക്ക് പേര് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വിട്ടു, അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല. എല്ലാ ഫ്രണ്ട്സും ഓരോ ടൈമിൽ റിസൾട്ട് വരുമ്പോഴാണെങ്കിൽ പോലും കൺഗ്രാറ്റ്സ് എവിടെ നിന്നൊക്കെ വരുന്നു. ഞാൻ ചിലപ്പോൾ ലൈക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്കൊരു ഇത് കിട്ടാറില്ല. കാരണം അതുപോലെ ആയിരിക്കും നമ്മളെ ഒരു ചെറിയ ഒരു സക്സസ് പോലും ഒരുപാട് അവർ അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പം ക്ലാസ്സിൽ ഒരു സെമിനാർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും ഒരുപാട് നമ്മളെ ലൈക്ക് ചെറിയ ഒരു മൈനർ കാര്യത്തിൽ പോലും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ എന്താ പറയുക യുവജനസഖ്യം എന്ന് പറയും. ഞാൻ മാർത്തോമ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, മാർത്തോമേറ്റാണ്. അപ്പോൾ പള്ളിയിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലൈക്ക് എപ്പോൾ കണ്ടാലും നമുക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അവരുടെ.
എത്രയും പെട്ടെന്ന് ജോലി കിട്ടും, നീ ആഗ്രഹിക്കുന്ന പോലെ നെറ്റ് കിട്ടും, JRF കിട്ടും, അങ്ങനെ എപ്പോഴും അങ്ങനെ നമ്മളോട് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറിപ്പോവും. യൂത്ത് മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് എപ്പോഴും കൊടുക്കും. ഇപ്പം യൂത്ത് മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ എൻ്റെ എക്സാമിന് എനിക്ക് സ്ക്രൈബായിട്ട് വന്ന ആളും ഞങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിലുള്ള ഷിജിൻ എന്ന് പറയുന്നൊരു കുട്ടിയാണ്. ഷിജിൻ അവനാണ് അവിടെ യൂത്തിൻ്റെ സെക്രട്ടറി, യൂത്ത് മീറ്റിംഗ് യൂത്തിൻ്റെ സെക്രട്ടറിയാണ്. ആളാണ് എൻ്റെ കൂടെ എൻ്റെ എക്സാമിന് എൻ്റെ കൂടെ സ്ക്രൈബായിട്ട് വന്നത്. അപ്പോൾ അത്രത്തോളം നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, ഏത് രാത്രിയിലാണെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാൻ അങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫേബ എന്നാണ് ആളുടെ പേര്. ഫേബ ഇപ്പോൾ പല ടൈമിലും നമുക്ക് പ്രിപ്പറേഷൻ്റെ ഒക്കെ ടൈമിൽ ഇപ്പം എന്താ പറയുക, കോളേജിലൊക്കെ സെമിനാർസിന് PPT ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി PPT ഏത് രാത്രി പറഞ്ഞാലും PPT നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങനെ എല്ലാ കാര്യത്തിനും ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം. മേ ബി എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് അതിനെ കാണുന്നു. ഓക്കെ. ഷാനി, ആസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇതുവരെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത, ക്വാളിഫൈ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ആളുകളോട് ഷാനിക്ക് എന്താണ് പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ, നെവർ ഗിവ് അപ്പ്, കീപ് ട്രൈങ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മൾ ഓരോ എക്സാംസ് എഴുതിയപ്പോഴും നെറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പം പോലും പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ്, വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, ഏതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യണം, അങ്ങനത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷേ അതിനും അപ്പുറം, ബിയോണ്ട് ദാറ്റ്, നമുക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഓരോ എക്സാംസിലൂടെയും പഠിക്കാൻ പറ്റി. അപ്പം ലൈക്ക് ഫെയിലിയർ എന്നൊന്നില്ലല്ലോ, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലൈഫ് എന്ന് പല ആൾക്കാരും അതിനെ ഡിഫൈൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻഡ് പോയിന്റ് അല്ല. നമ്മുടെ മുമ്പിൽ ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് തീരുന്നവരെയും കീപ് ട്രൈങ് എന്നാണ് പറയാനുള്ളത്. ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരുന്ന ടൈമിൽ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്താൽ മതി, ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്, വൺ ഡേ യു വിൽ അച്ചീവ് യുവർ ഡ്രീം എന്ന് തന്നെ നമ്മൾ തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ്, ചില സമയത്ത് നമ്മുടെ ഒരു കൺട്രോൾ നമ്മുടെ നിന്ന് പോകും, നമ്മൾ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ഫീലിങ്ങിലോട്ട് പോകുമ്പോൾ വൺ ഡേ എവറിത്തിങ് വിൽ ബി ഫൈൻ എന്നുള്ള രീതി നമ്മൾ തന്നെ നമ്മളെ കംഫോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് ലൈക്ക് നമ്മൾ ഇത്രയും എത്തിയില്ലേ, പല ആളുകൾക്കും ആഗ്രഹിച്ചെത്താൻ പറ്റാത്ത പല കാര്യങ്ങളിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. സോ നമ്മൾ ആഗ്രഹിക്കുന്ന നെറ്റും JRF ആണെങ്കിലും വൺ ഡേ നമുക്കത് കിട്ടും എന്നുള്ളത് തന്നെയാണ്. Okay, so that's it, Shani. Once again, congratulations. Thank you, sir.